ഗൾഫിൽ പ്രവാസി കുടുംബ തർക്കങ്ങളിലെ പ്രധാന വില്ലൻ സാമ്പത്തിക പ്രശ്നങ്ങളാണെന്ന് ഷാർജ ഇന്ത്യൻ അസോസിയേഷൻ. ഗാർഹിക പ്രശ്നങ്ങളിൽ 90% ഇരകളും സ്ത്രീകളാണ്. എന്നാൽ ഭാര്യയുടെ പീഡനത്തിൽ നിന്ന് രക്ഷ തേടി 2 പുരുഷന്മാരും കഴിഞ്ഞ ദിവസം ഷാർജ ഇന്ത്യൻ അസോസിയേഷനെ സമീപിച്ചു. സാമ്പത്തിക പ്രശ്നങ്ങൾക്ക് പിന്നാലെ ലഹരിയും അവിഹിത ബന്ധങ്ങളും കുടുംബങ്ങളിൽ വില്ലനായി കടന്നുവരുന്നുണ്ടെന്ന് അസോസിയേഷൻ ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു. ഗൾഫിൽ ബിസിനസ് തുടങ്ങാൻ ഭാര്യയുടെ പേരിൽ ലോണെടുത്ത് തിരിച്ചടയ്ക്കാത്തതും അവരുടെ പേരിൽ ക്രെഡിറ്റ് കാർഡ് ദുരുപയോഗം ചെയ്യുന്നതുമായ നിരവധി പരാതികളുണ്ട്. അമിത ചെലവും ആഡംബരവും കുഴപ്പത്തിലാക്കിയവരുണ്ട്. തനിക്ക് പങ്കാളിത്തവും ബോധ്യവുമില്ലാത്ത സാമ്പത്തിക ഇടപാടുകൾക്ക് ഒപ്പിട്ട് നൽകാൻ സ്ത്രീകൾ തയ്യാറാവരുതെന്ന് ഷാർജ ഇന്ത്യൻ അസോസിയേഷൻ പ്രസിഡന്റ് നിസാർ തളങ്കര പറഞ്ഞു. പൊളൈറ്റ്ലി സേ നോ എന്ന് പറയാനുള്ള ട്രെയിനിങ് അതെങ്ങനെ ഉണ്ടാക്കുന്നത് എന്നാണ് നമ്മളുടെ വലിയ ചോദ്യം. അത് ഉണ്ടാക്കുന്ന നാട്ടിലെ സ്കൂളിൽ നിന്നും മറ്റേ സാമൂഹ്യ പ്രസ്ഥാനങ്ങളിൽ നിന്നാണ് അത് ഉണ്ടാക്കുന്നത്. പ്രവാസി കുടുംബങ്ങളിലെ ഗാർഹിക പ്രശ്നങ്ങൾക്ക് പരിഹാരം കാണാൻ ഷാർജ ഇന്ത്യൻ അസോസിയേഷൻ റൈസ് എന്ന പേരിൽ ആരംഭിച്ച സെഷനിൽ 2 ആഴ്ചക്കിടെ 25 കുടുംബങ്ങളാണ് പരിഹാരം തേടിയെത്തിയത്. ഇതിൽ ഒരു കേസിൽ പോലീസിന്റെ ഇടപെടൽ തേടേണ്ടി വന്നു. ഗാർഹിക പ്രശ്നങ്ങളിൽ ഷാർജ ഇന്ത്യൻ അസോസിയേഷനെ സമീപിക്കാൻ കഴിയാത്തവരെ അങ്ങോട്ട് സമീപിക്കാൻ സംവിധാനമൊരുക്കും. ആഴ്ചയിൽ ഒരിക്കൽ മാത്രമല്ല, അടിയന്തര ഘട്ടങ്ങളിൽ 24 മണിക്കൂറും സേവനം നൽകാൻ തങ്ങൾ തയ്യാറാണെന്ന് സെക്രട്ടറി ശ്രീപ്രകാശ് പറഞ്ഞു. അവരുടെ കയ്യിൽ വരുന്ന ഒരു കേസിനെ 4 ആയിട്ടാണ് അവർ ഡിവൈഡ് ചെയ്യുക. 1 ചെയ്യുന്നത് കൗൺസിലിംഗ് കേസസ് ആണ്, 2 വരുന്നത് ലീഗൽ കേസസ് ആണ്, 3 വരുന്നത് ഫിനാൻഷ്യൽ അസിസ്റ്റൻസ് കേസസ് ആണ്, 4 വരുന്നത് ഇതിലൊന്നും പെടാത്ത മറ്റു കാര്യങ്ങളാണ്. അപ്പൊ സ്വാഭാവികമായിട്ടും ഈ ഓരോ വിഷയത്തെയും അതാത് മേഖലകളിലേക്ക് മാറ്റി കൊടുക്കുകയും സർക്കാരിന്റെ സഹായം ആവശ്യമുള്ളപ്പോൾ അവിടേക്ക് കൊടുക്കും, കൗൺസിലറിന്റെ സഹായം ആവശ്യമുള്ളപ്പോൾ അവിടേക്ക് എത്തിക്കും, കൗൺസിലേഴ്സിന്റെ സഹായം ആവശ്യമുള്ളപ്പോൾ ഇങ്ങനെ ഒരു SOP തയ്യാറാക്കിയിട്ടാണ് ഇത് മുന്നോട്ട് പോകുന്നത്. ഷാർജയ്ക്ക് പുറമെ മറ്റ് എമിറേറ്റിലുള്ളവരും റൈസിന്റെ സേവനം തേടിയെത്തുന്നുണ്ട്. സഹായം ആവശ്യമുള്ളവർക്ക് 0656108445 എന്ന നമ്പറിൽ വിളിക്കാം. communitysuport@iasharja.com എന്ന ഇമെയിൽ വിലാസത്തിലും ബന്ധപ്പെടാമെന്ന് ഭാരവാഹികൾ പറഞ്ഞു. മീഡിയ 1 ഷാർജ.